ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. കുരുമുളക് തെറുതെറുപ്പായി പൊടിച്ചത് എടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്ന, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അല്പം നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മീൻ നല്ലപോലെ പുരട്ടി എടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ഫിഷ് മോളിക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റായിരിക്കും. ഈ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മരിച്ചെടുക്കണം. നല്ലപോലൊക്കെ ഫ്രൈ ആകണമെന്നില്ല, അപ്പുറം ഇപ്പുറം അത്യാവശ്യം മരിഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് പൊടിയാതെ എടുത്ത് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിലേക്ക് 2 ചെറിയ പട്ടയുടെ കഷ്ണം, 4 ഗ്രാമ്പു, 2 ഏലക്ക ഇടയ്ക്കിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞത്, അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, അതൊക്കെ അരിഞ്ഞ് ഇലക്കിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് അതും നല്ലപോലെ ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കുക. ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. തേങ്ങാപ്പാൽ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുരുമുളക് തെറുതെറുപ്പായി പൊടിച്ചത് അല്പം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് ഓരോന്നായിട്ട് പൊടിയാതെ ഇട്ട് കൊടുക്കുക. ഇത് ഈ തേങ്ങാപ്പാലിലേക്ക് താത്തി വെച്ച് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിന് മൂടി വെച്ച് വേവിച്ചെടുക്കും. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള കട്ടിയായിട്ടുള്ള 1-ാം പാൽ, തേങ്ങാപ്പാൽ, ഒരല്പം നാരങ്ങ നീരും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് അല്ലെങ്കിൽ 1 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടിത് തവിയിട്ട് ഇളക്കിയാൽ മീൻ പിടിഞ്ഞു പോകും. അപ്പോൾ പതുക്കെ ആ ചട്ടി ഒന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങാപ്പാലെല്ലാം മിക്സായി നല്ല പരുവത്തിന് കിട്ടും.
ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി.